ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലേണിംഗ് ഫേസ് എസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് SSLC മാത്സിലെ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന ഓണം എക്സാമിൽ വളരെ ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത വേറെ എക്സാമുകളില്ല. അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതാണ്. ഓക്കെ, 2020 ഫൈനൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു വെച്ചാൽ തന്നെ നല്ലൊരു മാർക്ക് കൂടി നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇവിടെ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ റൈറ്റ് ആൻഡ് ഫസ്റ്റ് ടേം ആൻഡ് ദ കോമൺ ഡിഫറൻസ്, ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ആൾജിബ്രിക് ഫോം തന്നിട്ടുണ്ട്. എന്താണ് ആൾജിബ്രിക് ഫോം? 3n പ്ലസ് 5 എന്നാണ് നമുക്ക് ഫസ്റ്റ് ആൾജിബ്രിക് ഫോം തന്നിട്ടുള്ളത്. ഇത് ബീജഗണിത രൂപം തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും ഫസ്റ്റ് ടേം എഴുതാനാണ്. വളരെ സിമ്പിളാണ്. ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ ടൈമാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഓക്കെ, ഒന്നാമത്തെ ടൈമാണ് നമ്മൾ ഇത്ര ചെയ്താൽ മതി. ഈ ഒരു എണ്ണി നമ്മൾ ഒഴിവാക്കാം. ആ ഒരു എണ്ണിനെ ഒഴിവാക്കിയിട്ട് ശേഷം 3 + 5 നോക്കി എത്ര കിട്ടും നമുക്ക്? ഫൈനലി 8 നിൽക്കില്ലേ? അപ്പോൾ എന്താ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 + 5 = 8 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ x1 = 8. അപ്പോൾ ആദ്യ പദം 8 എന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടില്ലേ? നോക്കാം. ആദ്യ പദം 8 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ചോദിച്ചിട്ടുണ്ട്, വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊതു വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് കാണാനുള്ളൊരു അടിപൊളി ട്രിക്കാണ്. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. അറിയും എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ പൊതു വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എക്സാമിന് വരാറുള്ളത്. ഫസ്റ്റ് ടൈം ആണ് അരിത്തമെറ്റിക് സീക്വൻസസ് ഈസ് 8. അതായത് നമ്മൾ തന്നിട്ടുള്ള എന്താ? ഈ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം 8 എന്നും, അതേപോലെ അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 8 എന്നും കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇക്വേഷൻ ഏത് യൂസ് ചെയ്യുന്ന? xn = dn + f - d എന്ന ഇക്വേഷൻ യൂസ് ചെയ്യും. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് പറഞ്ഞുതരാം. എല്ലാം കൂടെ ഉണ്ട്. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എത്ര? ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ? 5 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടെ 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. സോ ആദ്യ പദം നമുക്ക് 8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, x1 = 8 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ കോമൺ ഡിഫറൻസ് എത്ര തന്നിട്ടുണ്ട്? കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം ചെയ്യാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്ത്. xn = dn + f - d എന്ന ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അതായത് നമുക്ക് നേരെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നേരെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിപ്പോൾ ഡിയുടെ സ്ഥാനത്ത് 5n എന്നിട്ട് കൊടുക്കും. ഓക്കെ, xn = dn + f - d എന്നാണ് ഇക്വേഷൻ. അപ്പോൾ എന്താ? പ്ലസ് ഇട്ട് കൊടുക്കുക. ശേഷം എന്താ? ആദ്യ പദം എത്രയാണ്? ആദ്യ പദം 8 ആണ്. സോ 8 - കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് ഫൈനൽ എത്ര കിട്ടും? നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഇതിൻ്റെ ബീജഗണിത രൂപം നമുക്ക് ഓൾറെഡി അറിയാം. ഇതിൻ്റെ ബീജഗണിത രൂപം ഓക്കെ, ഇതിൻ്റെ ബീജഗണിത രൂപം നിങ്ങൾക്കറിയാം. ആദ്യം 5n ആണ് പ്ലസ് 5n പ്ലസ് ഇവിടെ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. 5n + 3 ആയിരിക്കും. സോ ആൻസർ നോക്കിക്കോ. 5n + 3 ആണ്. ഇതെന്താണ്? ഷുവർ ആയിട്ട് നിങ്ങളുടെ എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു തരം ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനുകളെ എക്സാമിന് ഷുവർ ആയിട്ടുണ്ടാവും. സോ എന്ത് ചെയ്യുക? ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഷുവർ ആയിട്ടും പഠിച്ചു വെച്ചിരിക്കുക. സോ അടുത്ത 2 വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ